Please come, Sunil sir. താങ്ക് യു ജെയ്സൺ സാർ സോ മച്ച്. വളരെ ഭംഗിയായിട്ട് നമ്മുടെ ജെയ്സൺ സാറ് പ്ലാൻ അവതരിപ്പിച്ചു. പ്രസന്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അധികം വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ പേര് സുനീഷ്, എല്ലാം എന്നെ സാറ് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് വരികയാണ്. ഓക്കെ, എനിക്കിതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു ഇപ്പൊ BNB സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ ഈ പ്ലാനിലുള്ള എന്താണ് പോരായ്മ അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള പോസിറ്റീവ്, രണ്ടും മൈനസ് നമ്മളെല്ലാം വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നു വരാനായിട്ട്. അതായത് പല ലീഡറും എന്താണ് ഫോക്കസ് ആയിട്ടുള്ള ഒരുപാട് ബാഡ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ പ്രൊജക്ട് സംസാരിക്കുന്നതല്ല. ഇത് അവരുടെ ബിസിനസ്സിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് അനലൈസ് ചെയ്യുക, ഇതിലുള്ള മെയിൻ ആൾക്കാരോട് സംസാരിക്കുക, കറക്റ്റായിട്ട് സൂമിൽ എല്ലാവരും പങ്കെടുപ്പിക്കുക. എന്നാലും മാത്രമേ ഉള്ളൂ ഇതിന്റെ കറക്റ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് എക്സാക്ട് കാര്യങ്ങൾ, ഇവിടെ യാതൊരു മാനിപ്പുലേഷനോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നില്ല. അതായത് നമ്മുടെ PDF എന്ത് സംസാരിക്കുന്നു അത് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാൻ വരാം. BNB സ്മാർട്ട് അതായത് ഒരു ചെറിയൊരു ഒരു കുഞ്ഞു പ്രോഗ്രാമാണ്, പക്ഷെ വലിയൊരു വരുമാന സാധ്യതയുള്ള പ്രോഗ്രാം. നമ്മളെല്ലാവരും കടത്തിലാണ്, എല്ലാവരും മിക്കവാറും ആൾക്കാരെ നെറ്റ്വർക്കിലാണ്. പക്ഷെ അവരുടെ പോക്കറ്റ് നോക്കിക്കഴിഞ്ഞാല് സത്യം പറഞ്ഞാല് ക്യാഷ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ അവസ്ഥ അതൊക്കെ തന്നെയായിരുന്നു. അപ്പോ ഒട്ടും ക്യാഷ് ഇല്ലെന്നുള്ളതല്ല, എങ്കിലും സാർ ഒന്ന് മ്യൂട്ട് ആക്കാവോ? സോറി സാർ, ഞാൻ ശബ്ദം കേൾക്കുമ്പോൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം സാർ. അപ്പൊ എന്നെ ഈ അവസരം പരിചയപ്പെടുത്തിയത് റഹ്മാൻ സാറാണ്. കഴിഞ്ഞ 21-ാം തീയതി നമ്മുടെ പ്രൊജക്ട് ലോഞ്ച് ആയപ്പോൾ അതേ സെയിം ഡേറ്റിൽ എന്നെ ഇതിൽ പരിചയപ്പെടുത്തി. ദൈവാനുഗ്രഹം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം എനിക്ക് ടീം അത്യാവശ്യം 350-400 പേരുടെ അടുത്തുള്ള ഒരു ടീം എനിക്ക് തന്നെ ജനറേറ്റ് ആയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കലാണ് വന്നിരിക്കുന്നത്, എങ്കിലും ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ബിസിനസ്സിലേക്ക് പോകുന്നു. ഇത് ഡീസെൻട്രലൈസ് പ്ലാറ്റ്ഫോമാണ് സ്മാർട്ട് കോൺട്രാക്ട്. എന്താണ് ഡീസെൻട്രലൈസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത്? നമുക്ക് വേണ്ടത് ഇപ്പോ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവും, അതിന്റെ ATM കാർഡ് ഉണ്ട്, അതിന് 4 പിന്നും ഉണ്ടാവും. ഓക്കെ, നമ്മളിത് ഒരാൾക്ക് പോലും കൊടുക്കാറില്ല, കാരണം ഇത് നമ്മുടെ സ്വകാര്യതയാണ്. സെയിം ലൈക്ക് നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് ഒരു വാലറ്റ് നമുക്കിവിടെ അത്യാവശ്യമുണ്ട്. അതായത് ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക്, സേഫ് വാലറ്റ് എന്നിങ്ങനെയുള്ള വാലറ്റുകളാണ് നമുക്കിവിടെ വേണ്ടത്. ഇതിന്റെ പാസ്വേഡും അതേപോലെ ഇതിന്റെ ഒരു 12 ഡിജിറ്റ് സീഡ് വേർഡ്സും ഉണ്ടാവും. ഇത് നമ്മൾ കൃത്യമായി സൂക്ഷിച്ചു വെക്കുക. കാര്യം ഇത് നമുക്ക് പാസ്വേഡോ ഇതിന്റെ സീഡ് വേർഡ്സ് നമ്മുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നമ്മളുടെ വാലറ്റിലുള്ള എല്ലാ അസറ്റ്സും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിൽ ഏതിലൊന്ന് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് വേണം. ഇത് ഒരാളുടെ കയ്യിൽ പോലും നമ്മൾ ആദ്യമേ ഒരിക്കലും ഏൽപ്പിക്കരുത്. ഇത് നമ്മുടെ സ്വകാര്യത മാത്രമാണ്. നിങ്ങളുടെ ബാങ്കിന് തുല്യമാണ് ഈ ഒരു വാലറ്റ് എന്നുള്ള കാര്യം എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും. എങ്കിലും പുതിയ ആൾക്കാർക്ക്, അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യം പറഞ്ഞത് നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഉണ്ടായിരിക്കണം. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമാണ്, സ്മാർട്ട് കോൺട്രാക്ട് ആണ്. കമ്പനി തന്നെ പറയുന്നത് വളരെ ഈസി ആയിട്ട്, അബ്സല്യൂട്ട്ലി റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് 4138 BNB എവറി 2 months നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. എവറി 2 months നമുക്ക് 4138 BNB ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ, ഇന്ന് ഒരു BNBയുടെ റേറ്റ് നമ്മുടെ ജെയ്സൺ സാർ പറയേണ്ടായി 600 സംതിങ്. പക്ഷെ ഞാൻ ഈ 600 സംതിങ് എന്നുള്ള വിട്ട് ഞാൻ 600 എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. 600 യൂണിവേഴ്സിറ്റിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താ പറയാ, 600 യൂണിവേഴ്സിറ്റി 96 രൂപ വെച്ച് കൂട്ടുമ്പോൾ ഏകദേശം ഒരു എമൗണ്ട് ആയി, ഒരു 60,000, ഒരു 58,000 60,000 ഇടയിലായി നമുക്കൊരു BNBയുടെ ചാർജ്. ഓക്കെ, അപ്പോ നമ്മളിവിടെ നോക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ 4138 BNB എന്ന് നമ്മളിവിടെ പറയുമ്പോൾ, ഒരു മിനിറ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ സാറേ. ഓക്കെ, ഓക്കെ 4138 PM നമുക്ക് അതിശയം വരും. ഏകദേശം 20 ചില്ലാനം CR അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു പോക്ക്. അത് 2 മാസം കൂടുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നും പറയുന്നുണ്ട്.
ആയിട്ടുള്ള കാര്യമാണ് പ്രൊജക്ട് പറയുന്നത്. കാര്യം നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സെക്ഷൻസ് കൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് എന്താണ് സ്മാർട്ട് BNB എന്നാണ് ചോദിക്കുന്നത്. BNB സ്മാർട്ട് എന്താണ്, എന്തുകൊണ്ട് നമ്മൾ BNB സ്മാർട്ട് ചെയ്യുന്നു? വളരെ സിമ്പിൾ ആണ്, റിസ്ക് ഫ്രീ ആണ്. ഇതൊരു എന്താ പറയാ, ഇതൊരു ടെക്നിക്കലി കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്. ഇവിടെ യാതൊരു ഹ്യൂമൻ ബീങ്സും ഇതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാം കംപ്ലീറ്റ് ഡിപ്ലോയ് ചെയ്തതിനു ശേഷം ഇത് ഓട്ടോമാറ്റിക്കലാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ഇവിടെ എത്തിച്ചോട്ടെ. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു ക്രൈറ്റീരിയ തന്നെ കമ്പനിക്ക് ഇല്ല, നമ്മുടെ ഈ പ്രൊജക്റ്റിനില്ല. അതായത് എന്താ പറയുക, ഒരു വിഡ്രോളിന് ഒരു വിഡ്രോൾ ചെയ്യണമെങ്കിൽ ഒരു സ്വിച്ച് പോലും ഇവിടെ ഇല്ല. ഇത് ഓട്ടോമാറ്റിക്കലി 100% ഈ പറഞ്ഞ മൈക്രോ സെക്കൻഡ്സിലാണ് നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോ നമ്മുടെ PDF ഇത് എഴുതി വെച്ചിട്ടുണ്ട് നോ റെഫറൽ മാൻഡറ്ററി. ഈ നോ റെഫറൽ മാൻഡറ്ററി എന്താണ്? ഇഷ്യൂസ് ആയതാണ്, ഈ ഒരു സംസാരം ആയതാണ്. പക്ഷെ ഒരു സിമ്പിൾ ലോജിക്ക് നമുക്കൊരു ചെറിയൊരു സെൻസ് വെച്ച് നോക്കിയാൽ പോലും മനസ്സിലാക്കാൻ പറ്റും. 100% ഓട്ടോ വിഡ്രോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് റെഫറൽ അവിടെ വെക്കേണ്ട കാര്യമില്ല. കാര്യം അത് ഓട്ടോമാറ്റിക്കലി വരെയാണ്. ഇത് സ്പിൽ ഓവർ ബിസിനസ് ആണ്, ഓട്ടോമാറ്റിക് വരെയാണ്. അപ്പോ നമുക്കിവിടെ വേണ്ടത് വിഡ്രോൾ ചെയ്യാൻ റെഫറൽ വേണ്ടെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ റെഫറൽ ചെയ്യണമെന്നല്ല, റെഫറൽ ചെയ്യാതിരിക്കാനല്ല ഇവിടെ പ്രൊജക്ട് പറയുന്നത്. നമുക്ക് വിഡ്രോ ചെയ്യാൻ റെഫറലിന്റെ അത്യാവശ്യമില്ല എന്നതാണ് യഥാർത്ഥ സത്യം. പിന്നെ ഇവിടെ ഒരു അഡ്മിൻ ചാർജോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പ്രൊജക്ട് എടുക്കുന്നില്ല. ഇവിടെ യാതൊരു എമൗണ്ടും അപ്ഗ്രേഡിന് പോലും ഇത് നേരിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്കല്ല പോകുന്നത്. ഇത് നമ്മുടെ അപ്ലയൻസിന് മാത്രമാണ് ഇതിന്റെ അപ്ഗ്രേഡ് സിസ്റ്റം ആയിട്ട് പോകുന്നത്, അതായത് മിസ്സിംഗം ആയിട്ട് കയറി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സീറോ പ്രോഫിറ്റ് ആണ് കമ്പനിക്ക്. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം എന്ന് വെച്ചാൽ എന്തിനാണ് കമ്പനിക്ക് സീറോ പ്രോഫിറ്റ് ചെയ്യുന്നത്? നമ്മളൊക്കെ എത്ര കമ്പനിക്ക് വളരെയധികം പൈസ കൊടുത്തിട്ടുണ്ട്, നമ്മളിതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ കമ്പനി നമുക്കൊരു പ്ലാറ്റ്ഫോം റെഡിയാക്കി തരികയാണ്. 4138 BNB നമുക്ക് വേണമെങ്കിൽ സമ്പാദിക്കാം. അതായത് 0.06 മുതൽ 4138 BNB വരെ നമുക്ക് സമ്പാദിക്കാം. 2 മാസം എന്നുള്ളത് ആ ഒരു പ്രൊജക്ട് കറക്റ്റ് ആയിട്ട് പോകണനുസരിച്ചുള്ളതാണ് ആ ടൈം പറഞ്ഞത്. പക്ഷെ നമുക്കിതൊരു 4 മാസം കൊണ്ടാകാം, 5 മാസം കൊണ്ടാകാം. അത് നമ്മുടെ സ്പീഡ് അനുസരിച്ചായിരിക്കും, നമ്മുടെ ടീമിന്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഈ ബാക്കിയുള്ള ബിസിനസ് മുമ്പോട്ട് പോവുക. അത് ഞാൻ നെക്സ്റ്റ് സ്റ്റേജിൽ ഞാൻ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നേരത്തെ ഞാൻ പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊജക്ടിന് ഒരു വരുമാനവും ഇല്ല. എന്തുകൊണ്ട് പ്രൊജക്ട് ഇത് ചെയ്യുന്നു? ഈ ഒരു പേജ് നിങ്ങൾക്കത് മനസ്സിലാക്കും. വാട്ട് ഈസ് GS കോയിൻ? പ്രോഫിറ്റ് കമ്പനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടിന് വേണ്ടത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി തന്നെയാണ്. 100% കമ്മ്യൂണിറ്റി നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അത് അവരായിട്ടുള്ള രീതിയിലുള്ള ഒരു ടോക്കൺ അല്ലെങ്കിൽ കോയിൻ അവർ ഡെവലപ്പ് ചെയ്യാനും അതിനുള്ളിൽ സകലമായ പ്രൊജക്ടുകളും ഉൾക്കൊണ്ട് ഒരു വലിയൊരു സംഭവം തന്നെ സൃഷ്ടിക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ പ്രൊജക്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്കൊരു പ്രൊജക്ട് കമ്പനി സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് വരുമാനം കൊടുക്കാം. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ഇത് റിവീൽ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് എഡ്സിൽ ഇത് തീർച്ചയായിട്ടും അവർ റിവീൽ ചെയ്യും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഓക്കെ, നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമുക്കൊരു ബ്രില്യന്റ് മാർക്കറ്റൈസേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിവിടെ 0.04 BNB ആണ് നമുക്കിവിടെ ഒരു ഐഡിക്ക് ആവശ്യം. ഈ 0.04 BNB നമുക്ക് 25% നമുക്ക് ഡയറക്ട് റെഫറൽ കമ്മീഷൻ ഉണ്ട്. അതായത് 0.01 BNB ആണ് നമുക്ക് ഏകദേശം ഒരു 600 ഇപ്പോ 600 സംതിങ് ഉണ്ട്, ഏകദേശം 600 രൂപ തന്നെ കൂട്ടിക്കോളും. 600 രൂപയാണ് ഈ ഒരു 2600 രൂപയിൽ 2500 രൂപ 600 രൂപ നമുക്ക് റെഫറൽ കമ്മീഷൻ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബൈ-ഇൻ ലെവൽസ് കാണിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റത്തെ ഈ ഒരു 0.03 ഫസ്റ്റ് ലെവലിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ 0.01 നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം. ബാക്കി എല്ലാത്തിനും നമുക്ക് ഈ ഒരു പാക്കേജ്, ഈ ഒരു ടോപ്പ് പാക്കേജ് മാത്രം കൊടുത്തേക്കണം. അപ്പൊ ഞാൻ പറയുന്നു, ഫസ്റ്റ് ലെവലിൽ നമുക്ക് 0.03, ഓക്കെ, 0.03 ആണ് ഫസ്റ്റ്. സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് നമുക്ക് 0.05 വരുന്നുണ്ട്. തേർഡ് ലെവലിൽ നമുക്ക് 0.1 വരുന്നുണ്ട്. ഫോർത്ത് ലെവൽ 0.5 വരുന്നുണ്ട്. പിന്നെ 5ാമത്തെ ലെവലിൽ 1 BNB ആണ്. 6ാമത്തെ ലെവലിൽ 3 BNB വരുന്നുണ്ട്. 7ാമത്തെ ലെവലിൽ 7 BNB-യും 8ാമത്തെ ലെവലിൽ 12 BNB-യും 9ാമത്തെ ലെവലിൽ 15 BNB-യും 10ാമത്തെ ലെവലിൽ 25 BNB-യും 11ാമത്തെ ലെവലിൽ 30 BNB-യും ലാസ്റ്റ് 12ാമത്തെ ലെവലിൽ 39 BNB. 39 BNB എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് ഇപ്പോ ഈ ഒരു പ്രൊജക്റ്റില് നമ്മൾ പറഞ്ഞു 600 രൂപയാണ് ഒരു BNB റേറ്റ്. ഈ 600 രൂപ $39 BNB-ക്ക് $600 എന്ന് പറയുമ്പോഴത്തേക്കും 39 BNB-ക്ക് $23,400 ഓക്കെ, അത് നമ്മൾ 96 വെച്ച് ഗുണിച്ചാൽ തന്നെ ഏകദേശം
22,46,400 രൂപയാണ് INR നമുക്ക് ആ ഒരു 39 BNBക്ക് വേണ്ടത്. ഇതൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് അല്ലേ? എന്തുകൊണ്ട് കമ്പനി ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് അപ്ഗ്രേഡ് ആയിട്ട് എടുക്കുന്നു? ഫ്രണ്ട്സ്, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ നെക്സ്റ്റ് പേജ് നമുക്കിത് പറഞ്ഞു തരും കറക്റ്റ് ആയിട്ട്. നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 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 നിസ്സാര പോയിന്റ് പോലും ഇല്ല നമുക്ക് ഈ 39 BNB എന്നുള്ള ലാസ്റ്റ് ലെവലിൽ നമുക്ക് കൊടുക്കാനായിട്ട്. നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാവുന്ന, അപ്ഗ്രേഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ 39 BNB. സത്യം പറഞ്ഞാല് നമ്മുടെ ഈ പ്രൊജക്ട്, ഈ വന്നേക്കുന്ന അപ്ഗ്രേഡ് തന്നെ വളരെ കുറച്ചാണ് ഇപ്പൊ ഇവിടെ ചെയ്തത്. നമുക്ക് കിട്ടുന്നതിലും വളരെ കുറച്ച് തന്നെയാണ് നമ്മുടെ പ്രൊജക്ട് ഇവിടെ ഈ അപ്ഗ്രേഡ് സിസ്റ്റം വെച്ചേക്കുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. ഓക്കെ, ഈ സെൽ ലെവൽസ് സെയിം തന്നെയാണ് നെക്സ്റ്റ് ലെവൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ കാണാം മാക്സ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പേജാണ്. ഓക്കെ, ഈ മാക്സ് മാറ്റേഴ്സ് എന്നുള്ള പേജ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒറ്റൊരു സംഭവമാണ് ഈ ഒരു ലെവൽ സിസ്റ്റം. എന്തുകൊണ്ടെന്നാല് നമ്മള് കമ്പനി പറയുന്നത് ഇതൊരു സ്പിൽ ഓവർ പ്ലാൻ ആണ്. ഇത് എന്താണ് സ്പിൽ ഓവർ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു? 2 മെട്രിക്സിന്റെ സ്പിൽ ഓവർ ആണ്. 2 മെട്രിക്സ് സ്പിൽ ഓവർ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു? സിമ്പിൾ പറയാം. അതായത് ഇവിടെ 2 ടൈപ്പ് സ്പില്ല് നമുക്ക് ഇറങ്ങി വരാം. ഒന്ന് ഗ്ലോബൽ സ്പിൽ ഓവർ. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഗ്ലോബൽ സ്പിൽ ഓവർ ഇനി താമസം ഉണ്ടാവും, വളരെയധികം താമസം ഉണ്ടാവും. നമ്മുടെ വേക്കൻറ്റ്, അതായത് നമ്മുടെ മേളിൽ എത്ര പേരുണ്ടോ അവരൊക്കെ വേക്കന്റ് ഉള്ള സ്ഥലങ്ങൾ ഫില്ലായതിനു ശേഷം മാത്രമേ നമ്മളുടെ വേക്കന്റിലേക്ക് തീർച്ചയായിട്ടും വരുള്ളൂ. കാര്യം ഇത് ടോപ്പ് ടു ബോട്ടം, ലെഫ്റ്റ് റൈറ്റ് പ്ലേസ്മെന്റ് ഓട്ടോ പൊസിഷൻ നടക്കണം. നമുക്ക് അവിടെ ഒരാളെ പൊസിഷൻ ചെയ്യണോ, അതൊന്നും നടക്കില്ല. ഒരു എൻട്രി വന്നാൽ അത് എവിടെ പോകുന്നു എന്നുള്ളത് അത് നമ്മുടെ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഗ്ലോബൽ എന്തായാലും ഈ ഒരു സ്പിൽ ഓവർ നമുക്ക് തീർച്ചയായിട്ടും വരും. പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള കാലതാമസം കൊണ്ട് അതാരും വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ടീം സ്പിൽ ഓവർ. ടീം സ്പിൽ ഓവർ ആണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം. കാര്യം ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ സ്പിൽ ഓവറിൽ ചെറിയൊരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഞാനത് പറയാൻ മറന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്നൊന്ന് ഓർമ്മിപ്പിക്കുക കേട്ടോ. അപ്പോ ഈ ടീം സ്പിൽ ഓവർ ആണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമായിട്ടൊരു കാര്യം. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ലെവല്, നമ്മളിവിടെ ഈ ലെവൽ കൊടുത്തിട്ടുണ്ട്, പ്രൈസ് കൊടുത്തിട്ടുണ്ട്, പാർട്ട്നേഴ്സ് കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ BNB കൊടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രോഫിറ്റിലും എവിടെയും നിങ്ങൾ മൈൻഡ് വെക്കണ്ട. നേരെ നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ട്നേഴ്സിലേക്ക് വരട്ടെ. ഓക്കെ, 12 ലെവല് പ്രൊജക്റ്റ് ആണ്. ഓക്കെ, 12 ലെവല് പ്രൊജക്ട് എന്ന് പറയുമ്പോഴത്തേക്കും 2, 4, 8, 16, 32, 64 ഇത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും വരേണ്ടത് 128 അല്ലേ? 7ാമത്തെ 128 പറയേണ്ടത് 12 ലെവലില്. 128 കഴിഞ്ഞാല് 256 വരണം. 256 കഴിഞ്ഞാല് പിന്നെ 512 വരണം. 512 കഴിഞ്ഞാല് 1024 വരണം. 1024 കഴിഞ്ഞാല് 2048 വരണം. 2048 കഴിഞ്ഞാല് 4096 വരണം. നമ്മളൊന്ന് മനസ്സിലാക്കുന്ന സുഹൃത്തെ, ഇവിടെ ഈ ഒരു സിസ്റ്റം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇവിടെ നമുക്ക് 6 ലെവലിന് ശേഷം 7ാമത്തെ ലെവലിൽ വെറും 2 വ്യക്തികൾ മാത്രമാണ് വരുന്നത്. ഞാൻ ഇതിന്റെ BNBയുടെ ആ ഒരു കംപ്ലീറ്റ് സെക്ഷൻ തരാം. ഞാൻ ഈ ഒരു ലെവൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. നമ്മൾ ശ്രദ്ധിക്കുക, 64 കഴിഞ്ഞ നേരെ 7ാമത്തെ ലെവലിൽ വരുന്ന രണ്ട് മെമ്പേഴ്സ് ആണ്. ഇത് ആരാണ് ഈ 2 മെമ്പേഴ്സ്? വലിയൊരു ചോദ്യം തന്നെയാണ്. ഇത് ആരാണ് മെമ്പേഴ്സ്? ഈ 128 പേര് വരുന്ന സ്ഥലത്ത് 2 മെമ്പേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ആദ്യമേ ഫസ്റ്റ് ലെവലില് നമ്മളെ ഫോളോ ചെയ്തു വന്ന ആ 2 മഹത് വ്യക്തികൾ തന്നെയാണ് തീർച്ചയായിട്ടും 7ാമത്തെ ലെവലിൽ 2 പേര് വന്ന് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും റീസൈക്ലിംഗ് ആണ്. 6 ലെവല് മാത്രമുള്ളൂ ഇവിടെ ബിസിനസ്. നമ്മൾ കഷ്ടപ്പെട്ട്, അതായത് പല ആൾക്കാരും പറയും നമ്മൾ സ്മാർട്ട് വർക്ക്, നമ്മൾ നെറ്റ്വർക്കേഴ്സ് ആണ്, നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്, മൊബൈലിലും മറ്റുള്ള കാര്യം. തീർച്ചയായിട്ടും അല്ല സുഹൃത്ത്, നമ്മൾ ഹാർഡ് വർക്ക് തന്നെ ചെയ്യുക. നമ്മുടെ ലൈബിലിറ്റി നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും മറ്റുള്ള കൺസെപ്റ്റായിട്ട് ഇത് ആരും താരതമ്യപ്പെടുത്തണ്ട. ഇത് എന്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് നല്ലൊരു ഏണിങ്സ് തന്നെ ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാം, ഈ 2 പേര്, അതായത് ഫസ്റ്റ് ലെവലിൽ വന്ന 2 പേര് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് വന്നത്. 2ാമത്തെ ലെവലിൽ വന്ന 4 പേരാണ് നമ്മുടെ 8ാമത്തെ ലെവലിൽ ഫോളോ ചെയ്യണത്. 3ാമത്തെ ലെവലിൽ വന്നവരാണ് നമ്മുടെ 9ാമത്തെ ലെവലിൽ ഫോളോ ചെയ്തത്. നമ്മൾ നോക്കുക, സെയിം മിറർ ആണ് തിരിച്ച് നമുക്ക് വന്നത്. പിന്നെ നമുക്ക് ഈ 6 ലെവൽ കഴിഞ്ഞാൽ വർക്ക് ഇല്ല ഫ്രണ്ട്സ്. കാര്യം ഈ 6 ലെവൽ മാത്രം കഷ്ടപ്പെട്ട് ആ ട്രീ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും നെക്സ്റ്റ് 6 ലെവല് നമുക്ക് വളരെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. കാര്യം നമ്മൾ ഓൾറെഡി 6ാമത്തെ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ 2 പേര് ഈ പറയുന്ന 5ാമത്തെ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം. ഈ പറഞ്ഞ 3ാമത്തെ ലെവൽ ആൾക്കാർ 4ാമത്തെ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ടാകും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ താഴെ തന്നെ പ്ലേസ്മെന്റ് ചെയ്ത് തന്നെ വരുള്ളൂ. ഇതെല്ലാം നമുക്ക് തന്നെ എവിടെയും പോകത്തില്ല. ബട്ട് അപ്ഗ്രേഡ് ഇവിടെ മസ്റ്റ് ആണ്. നമ്മുടെ കമ്പനിയുടെ ഹാർട്ട് എന്ന് പറയുന്നത്, കമ്പനിയുടെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ അപ്ഗ്രേഡ് സിസ്റ്റമാണ്. ഇവിടെ അപ്ഗ്രേഡ് സിസ്റ്റത്തിൽ മാത്രമാണ് വരുമാനം. വേറൊരു വരുമാനം നമുക്ക് ഇവിടെ ഇല്ല. അപ്ഗ്രേഡ് സിസ്റ്റമാണ്. അപ്ഗ്രേഡ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്ത് പോവുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പോട്ടും കടക്കാൻ സാധിക്കുള്ളൂ. സോ ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നു. ഫസ്റ്റ് ലെവലില് 0.03, അതായത് നമ്മൾ റെഫറലും കൂടി വെക്കുമ്പോൾ 0.04 ആണ്. ഇതിന്റെ 100% നമ്മൾക്ക് തന്നെ കിട്ടുന്നത്. ഇതിന്റെ 100% നമ്മൾക്ക് തന്നെ കിട്ടുന്നത്. അതായത് 0.06, 0.8 ആണ്. റെഫറൽ ഞാൻ മാറ്റി, അപ്പോഴും നമുക്ക് ഈ ലെവലിലേക്ക് പോകുന്നത് 0.06 ആണ്. ഈ 0.06 ഏകദേശം ഒരു 3500 4,000 രൂപയ്ക്ക് നമുക്ക് ഫസ്റ്റ് ആ ഒരു ലെവലിൽ തന്നെ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു 0.05 അതിൽ നിന്ന് കമ്പനിയിൽ നിങ്ങൾക്ക് വന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾ 0.05 നേരെ നെക്സ്റ്റ് ഒരു സ്ലോട്ട് ടോപ്പ് ചെയ്യുക. ചെയ്താൽ നിങ്ങൾക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ വരുന്ന 4 വ്യക്തികൾ, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ആൾക്കാർ വന്നു, അതിന്റെ സെക്കൻഡ് ലെവലാണ് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് ലെവല് അവര് 2ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്താൽ 0.05 അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 0.05യുടെയും 100 × 4 0.2 BNB അത് 100% നിങ്ങൾക്ക് തന്നെയാണ്. ഏകദേശം 12,000 രൂപ ഏകദേശം നമ്മൾ INR കണക്ക് കൂട്ടുമ്പോൾ വരും. ഇത് 100% നിങ്ങൾക്ക് തന്നെയാണ്. ഒരു എന്താ പറയാ, ഒരു അഡ്മിൻ ചാർജ് ഇല്ല, ഒരു സർവീസ് ചാർജ് ഇല്ല. നിങ്ങൾക്കൊരു ചാർജ് എടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ BEP20 ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് അവിടെ ഗ്യാസ് ഫീ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അത് നെറ്റ്വർക്ക്, അത് നമ്മുടെ BNB നെറ്റ്വർക്കാണ് അത് കട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ പ്രൊജക്റ്റായിട്ട് യാതൊരു കണക്ഷനും നമ്മളോട് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഏൽപ്പിച്ചു. ഇപ്പൊ അവരാണ് കണക്ഷൻ കംപ്ലീറ്റ്. നമ്മളിവിടെ കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്യുന്നത്. സോ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പൊ സപ്പോസ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തില്ല, നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ തന്നെ നിൽക്കുകയാണ്, ആ ഒരു 0.06 മേടിച്ചു, നിങ്ങൾ അത് വേറെ യൂസ് ചെയ്തു, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തില്ല. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ സെക്കൻഡിലുള്ള 4 പേര് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 12,000 രൂപ നിങ്ങൾക്ക് മിസ്സാണ്. ഇത് മിസ്സിംഗമായിട്ട് എങ്ങോട്ട് പോകും? നേരെ കമ്പനിയിലേക്കാണോ? തീർച്ചയായിട്ടും അല്ല. ആരാണോ സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ അപ്ലയൻസ്, ആ വ്യക്തിക്ക് വന്ന് ചേരും. ഇനി പുള്ളിയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ മുകളിൽ ആരാണോ അയാൾക്ക് വന്ന് ചേരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10ാമത്തെ ലെവലിൽ നിന്നുള്ള ആൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ മുകളിലുള്ള 1ാമത്തെ ലെവൽ വരെയുള്ള ആൾ കഴിഞ്ഞാൽ മാത്രമാണ് 001ലേക്ക് പോകുന്നത്. അതുവരെയും വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ പ്രൊജക്ട് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് പോലും ഫണ്ട് മിസ്സാവരുത്. അപ്പൊ അപ്ഗ്രേഡ് നമുക്ക് ഇവിടെ കമ്പൽസറി ആണ്. നെക്സ്റ്റ് നമ്മൾ 0.2 വന്നു. ഞാൻ പറഞ്ഞു 12,000 രൂപ നമുക്ക് ഓൾറെഡി INR വരുമാനം വന്നു. നമ്മൾ അതിൽ നിന്ന് 0.1 BNB 0.1 ഏകദേശം ഒരു 6,000 രൂപയുടെ ഒരു BNB ആണ് നമ്മൾ INR ഒരുപാട് 6,000 രൂപയുടെ ഒരു അപ്ഗ്രേഡ് നമ്മൾ കൊടുക്കാമെങ്കിൽ 3ാമത്തെ ലെവലിൽ 8 പേരായിരിക്കും നിങ്ങളെ തേടി വരുന്നത്. 8 പേര് അപ്ഗ്രേഡ് ചെയ്യണത് 0.01, അതായത് 6,000 രൂപ വെച്ചിട്ടാണ് ഈ പറഞ്ഞ 8 പേരും അപ്ഗ്രേഡ് ചെയ്താൽ ഏകദേശം 0.8 BNB ഏകദേശം INR കൂട്ടുമ്പോൾ 48,000-നടുത്ത് നമുക്ക് 3ാമത്തെ ലെവൽ കിട്ടും ഫ്രണ്ട്സ്. ഓക്കെ, ഇനി 4ാമത്തെ ലെവൽ നോക്കാന്നുണ്ടെങ്കിലോ ഈ 0.8 കിട്ടിയതിന് ശേഷമാണ് നമ്മളിവിടെ 0.5 നമ്മൾ ടോപ്പ് ചെയ്യണം. കാര്യം നമ്മൾക്കറിയാം 3ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും 4ാമത്തെ അപ്ഗ്രേഡ് ചെയ്യും എന്നുള്ള വിശ്വാസം നമ്മളിലുണ്ട്. അപ്പോൾ ഈ 0.5 നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 16 പേരാണ് നിങ്ങളുടെ 4ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 16 പേര് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു 4,138 BNB ഇവിടെ എങ്ങനെ കിട്ടും? തീർച്ചയായിട്ടും നമ്മൾ 0.8 കഴിഞ്ഞാൽ നേരെ തിരിച്ച് നമ്മൾ 4ാമത്തെ ലെവലിൽ അച്ചീവ് ചെയ്യുന്നത് 8 BNB. ഇന്ന് ഒരു BNB പോലും നമുക്ക് നമ്മളുടെ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് വാങ്ങിച്ച് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, ഒരു BNB പോലും. അപ്പോഴാണ് നമ്മുടെ കമ്പനി നമുക്ക് 4ാമത്തെ ലെവലിൽ 8 BNB തരുന്നത്. ഏകദേശം 4ാമത്തിൽ 8 BNB തരുന്നത് 4,60,000 സംതിങ് റുപ്പീസാണ് INR വാല്യൂ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു പ്രൊജക്ട് എടുത്ത് നോക്കിക്കോളൂ, അതിൽ 1, 2, 3, 4 4ാമത്തെ ലെവൽ ആകുമ്പോഴത്തേക്കും നമുക്ക് 4,00,000 രൂപക്ക് മേലെ വരുമാനം. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിക്കോളൂ, ഇവിടെ 1 രൂപ പോലും
പ്രൊജക്റ്റിന് പോകുന്നില്ല, 1 രൂപ പോലും ആർക്കും പോകുന്നില്ല. അപ്ഗ്രേഡ് ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ, ആ ഒരു എത്തിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ 100% നമ്മൾക്ക് തന്നെയാണ് ഈ പ്രൊജക്ട് തന്നിരിക്കുന്നത്. നമ്മളുടെ ബിസിനസ്സാണ്, നമ്മൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്താൽ ഇതിന് 4138 BNB മേടിക്കാൻ വലിയ കാലതാമസമില്ല. ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് 8 BNB കിട്ടുമ്പോൾ അതിൽ നിന്ന് 1 BNB, 8 BNB ബാക്കി 7 BNB നമ്മളിൽ ഉണ്ടല്ലോ, എല്ലാം കൂടി ബാക്കി 7.41 ഉണ്ട്. അതിൽ 1 BNB നമ്മൾ ഒരു $600, അതായത് ഏകദേശം ഒരു 60,000 രൂപ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ലെവലിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് 32 പേരാണ്. ഈ 32 പേര് അപ്ഗ്രേഡ് ചെയ്താൽ 1 BNB വെച്ച് ഒരാളുടെ കയ്യിൽ 32 BNB, ഏകദേശം 18,43,000 സംതിങ് റുപ്പീസ് നമുക്ക് ഈ 5ാമത്തെ ലെവൽ മേടിക്കാം ഫ്രണ്ട്സ്. ഒരു റിയൽ എന്താ പറയാ, ഒരു റിയൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ തന്നെ ഒരു ആത്മാർത്ഥമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ 5 ലെവലും 6 ലെവലും ഈ 12 ലെവലും തീർച്ചയായിട്ടും മേടിക്കാൻ സാധിക്കും. വളരെ ഈസിയാണ്. നമ്മളുടെ ഫോണില് 100ന് മേലെ കോണ്ടാക്ട്സ് ഉണ്ട്. ഇതില് കമ്പനി പറയുന്നത് നിങ്ങൾ 2ന്റെ മെട്രിക്സ് വെച്ച് പോയിക്കോളൂ. 2 വ്യക്തികൾ, ഈ 2 വ്യക്തികൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോയാൽ തന്നെ ഈ ഒരു ലെവൽ എത്താൻ വളരെ അധികം ദൂരമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോകാം. ഇതിന്റെ പ്ലാനും ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിലും അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവരും 2 പേരെ കൊണ്ട് പ്ലേസ്മെന്റ് ചെയ്യും, അവരെ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുക. അപ്ഗ്രേഡ് സിസ്റ്റമാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ മനസ്സിലാക്കുക. ഞാൻ വരുന്നത് നെക്സ്റ്റിലാണ്. 32 BNB നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഏകദേശം 4,60,800 നമുക്ക് 18,43,000 സംതിങ് നമുക്ക് കിട്ടി. ഇവിടുന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വെറും 3 BNB ആണ്. 32 BNB നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് 3 BNB. 3 BNB കിട്ടുമ്പോൾ 6ാമത്തെ ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 64 പേരാണ്. അതായത് 64 പേര് 3 BNB വെച്ച് അപ്ഗ്രേഡ് ചെയ്താൽ 192 BNB ആണ് ഫ്രണ്ട്സ് നമുക്ക് കിട്ടുന്നത്. 192 BNB എന്ന് പറയുമ്പോൾ ഏകദേശം 1,59,200 രൂപ, 1,10,59,200 രൂപയാണ് നമ്മളുടെ പ്രോഫിറ്റ് ഈ ഒരു 6ാമത്തെ ലെവലില്. ഈ ഒരു 6 ലെവല് വരെ നമ്മൾ പണിയെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ 7ാമത്തെ ലെവൽ മുതൽ ഈ പറഞ്ഞ ലാസ്റ്റ് 12ാമത്തെ ലെവലിൽ എത്താൻ വലിയ കാലതാമസമൊന്നുമില്ല. ഇനി നമ്മൾ പോകുന്ന 7ാമത്തെ ലെവലിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് ആണ് 7ാമത്തെ ലെവലിൽ കിടക്കുന്നത്. 7ാമത്തെ ലെവലിൽ നമ്മൾ ശ്രദ്ധിച്ചുള്ളൂ 64-2. ഈ മേളിൽ നമ്മളെ 1ാമത്തെ ലെവലിൽ വന്ന 2 പേര് തന്നെയാണ് ഈ 7ാമത്തെ ലെവലിൽ തന്നെ. ഇവര് നിങ്ങളിപ്പോ നമുക്ക് 192 കിട്ടുമ്പോൾ വെറും 7 BNB നമ്മൾ ടോപ്പ് ചെയ്താൽ മതി. 7 BNB ടോപ്പ് ആ 2 പേരും 7 BNB കൊണ്ട് നമ്മളെ ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്ക് 14 BNB കിട്ടും. പിന്നെ അവിടുന്ന് 14 കിട്ടുന്നുണ്ട്. 8ാമത്തെ ലെവലിൽ 48 കിട്ടുന്നുണ്ട്. പിന്നെ 120 BNB ആണ്. പിന്നെ വന്നത് 400 BNB ആണ്. ഈ 400 BNB 960 BNB 2,496 BNB 12ാമത്തെ ലെവലിൽ 4,138 BNB 4,138 BNB ഇന്ന് നമ്മൾ കണക്കൂട്ടുമ്പോൾ $600 വെച്ച് കണക്കൂട്ടിയാൽ തന്നെ $600 ഒന്ന് കണക്കൂട്ടട്ടെ. ഏകദേശം 1 10 100 1000 10,000 ലക്ഷം 24,82,800 4,138 BNB എന്ന് പറഞ്ഞാൽ 24,82,800 USDT. അത് നമ്മള് ഒരു 96 വെച്ച് നിങ്ങളുടെ ഫോണിൽ തന്നെ കണക്ക് കൂട്ടുക. നിങ്ങൾ ഫോണിൽ തന്നെ ഒന്ന് കണക്ക് കൂട്ടുക. അത് വലിയൊരു എമൗണ്ട് ആയിട്ടാണ് നമുക്ക് മാറുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയുന്നു 4,138 BNB എന്നുള്ള നിങ്ങളെല്ലാം ഒന്ന് റൈസ് ചെയ്തോളൂ. നമുക്കിവിടെ നിൽക്കാൻ ഈ ഒരു ലെവൽ പ്ലാൻ നിങ്ങൾ കേട്ടിട്ട് ഇവിടെ 4,138 BNB മേടിക്കാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. എങ്കിലും പോട്ടെ, ഇതിനൊരു 10% 400 BNB മേടിക്കാൻ കഴിവുണ്ടോ? റെഡിയാണോ നിങ്ങൾ? 400 BNB തീർച്ചയായിട്ടും 400 BNB ഈസി ആയിട്ട് കിട്ടും. കാരണം 10% പോട്ടെ, ഇതിന്റെ ആ 4,130 1% കൂട്ടിയാൽ പോലും 40 മേലെ BNB കിട്ടി ബ്രദർ. ഈ 40 മേലെ BNB കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 22 ലക്ഷത്തിന് മേലെ രൂപയായി. ഇത് വളരെ നിസ്സാരമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ലൈബിലിറ്റി തീർച്ചയായിട്ടും പറയാം. ഇത് നമ്മൾ ഒരു പൈസ പോലും കൊടുക്കുന്നില്ല. ഇത് ഇതൊരു P2P വർക്കാണ്, ഒരു പിയർ ടു പിയർ വർക്കാണ്. ഇല്ലാണ്ട് 1 രൂപ പോലും നമ്മുടെ പ്രൊജക്റ്റിലേക്ക് എത്തുന്നില്ല. ഇത് ഡയറക്റ്റ് നമ്മൾ സ്വിറ്റ് പോകുന്നത് നമ്മുടെ ആരൊക്കെയാണോ അപ്ലയൻസ് അല്ലെങ്കിൽ ആരൊക്കെയാണോ കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇല്ലാണ്ട് ഇത് പ്രൊജക്റ്റിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനി നിലനിൽക്കോ എന്നുള്ള ചോദ്യം പല ലീഡേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സാറേ ഈ കമ്പനി നിലനിൽക്കോ?
കുറച്ച് നാൾ ഓടും, 6 മാസം ഓടും. ഞാൻ പറഞ്ഞു സാർ ഇതൊരു ROI കൺസെപ്റ്റ് അല്ല, നിങ്ങളൊന്ന് സിമ്പിൾ ലോജിക്കില് നിങ്ങളൊന്ന് ലോജിക്ക് എടുക്കും, ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ജസ്റ്റ് ലോജിക്ക് എടുക്കും. നമ്മൾ എത്ര രൂപയാണ് നമ്മൾ കൊടുക്കുന്ന മുതല് ഇത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് പോകുന്നുണ്ടോ, പ്രൊജക്റ്റിന് എന്താണ് ലാഭം, പ്രൊജക്റ്റ് ഇട്ട് കളഞ്ഞാൽ എന്താണ് അവർക്ക് സുഖം? അവർക്ക് ഒന്നുമില്ല. കാര്യം അവർ ഉദ്ദേശിച്ച കമ്മ്യൂണിറ്റി വേണം. എന്തുകൊണ്ടാണ്? അവരുടെ ഓൺ ടോക്കൺ അവർക്ക് റിലീസ് ചെയ്യണം, അത് ഡിപ്ലോയ് ചെയ്യണം. അതുകൊണ്ട് ബിസിനസ് ആണ്, ഒരു പ്രൊജക്റ്റ് ആണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഒരിക്കലും ഈ ഒരു പ്രൊജക്ട് ആളുകളെ നമ്മൾ നിർത്തിയാലും പ്രൊജക്ട് അവിടെ ലൈവായിരിക്കും. ഈ സിസ്റ്റം പോകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണണ്ട. കാര്യം 1 രൂപ പോലും പ്രൊജക്റ്റിലേക്ക് പോകുന്നില്ല. 100% നമ്മുടെ കയ്യിലേക്ക് തന്നെ കാര്യം. നമ്മളാണ് ഈ പ്രൊജക്ട് വളർത്തേണ്ടത്, നമ്മളിലൂടെയാണ് ഈ പ്രൊജക്ട് പോകേണ്ടത്. ഇപ്പൊ തന്നെ ഞാനൊരു സിസ്റ്റം, എന്റെ അനുഭവം വെച്ചിട്ട് ഒരു സിസ്റ്റം, അതായത് ഈ ചെറിയ സിസ്റ്റം, ഈ ROI കൺസെപ്റ്റ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല, എങ്കിലും ഈ ഒരു ചെറിയ 2000-3000 പ്രൊജക്ടുകൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഗ്രാഫ് തീരുമാനം എന്ന് ഞാൻ പറയാം. അതൊരു പുതിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 മാസം, ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ആണ് കേട്ടോ, 3 മാസം കൊണ്ട് ആ ഒരു പ്രൊജക്റ്റിലേക്ക് 500 മെമ്പേഴ്സ് മിനിമം വന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രൊജക്ട് മേളിലേക്ക് കയറാൻ പോകുന്നില്ല. നിങ്ങൾ ഏത് കൺസെപ്റ്റ് എടുത്തോളൂ, 3 മാസത്തിനുള്ളിൽ 500 മെമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫ്ലോപ്പാണ്, 100% ഫ്ലോപ്പാണ്. കാരണം അതിന് മുമ്പോട്ട് പോകാനായിട്ട് ഒരു സാധ്യതയും മെയിൻ ലീഡേഴ്സ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവിടെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഇന്ന് ഏകദേശം 20 ദിവസത്തോളം ആകുന്നു, 19 ദിവസത്തോളം ആകുന്നു. 500 മേലെ, ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല, 500 മേലെ കമ്മ്യൂണിറ്റി നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. മനസ്സിലാണ്ടോ? എങ്കിലും പല ലീഡേഴ്സ് ഇപ്പൊ കാത്തിരിക്കുകയാണ്, അവര് ആലോചിക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. കാര്യം ഇപ്പോഴും ഇതൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്ന പല നെറ്റ്വർക്കുകാരുടെയും ചെവിയിലേക്കും പല കമ്പനിയുടെ ചെവിയിലേക്കും ഈ ഒരു BNB സ്മാർട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷം. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു ചെറിയൊരു വേളയിൽ 20 ദിവസമായിട്ടുള്ളൂ. നമ്മുടെ ഒരു 20 ഡേയ്സ് ബേബിയാണ്. നമ്മള് എന്താ പറയാ, നമ്മള് കയ്യില് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബേബിയാണ് നമ്മുടെ BNB സ്മാർട്ട്. അതിനെ വരെയും എന്താ പറയുക, ചിത്രവത ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പിൽ കയറി വന്നു. അവർക്ക് അതിൻ്റെതായിട്ടുള്ള നല്ല മറുപടികളും തിരിച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരാള് വന്നാലും ഇതിനെപ്പറ്റി ഒന്നും പറയാനും പറ്റില്ല. കാര്യം പ്രൊജക്റ്റിനൊന്നും വേണ്ട പൈ, നമ്മൾക്ക് തന്നെയാണ് തന്നേക്കുന്നത്. സിസ്റ്റം മനസ്സിലാക്കും. 0.04 നമ്മൾ രണ്ടുപേരെ റെഫർ ചെയ്താൽ 0.04 കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തന്നെ വന്നെ. 0.05 4 പേര് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾക്ക് തന്നെ വന്നെ. ഇനി 12ാമത്തെ ആൾ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ, അപ്ഗ്രേഡ് ചെയ്തിരുന്നാല് ഈ 11 മുതൽ അങ്ങോട്ട് 2 വരെയും ഓക്കെ, ഈ 2ാമത്തെ ആൾ വരെയും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് 001ലേക്ക് പോകുന്നത്. ചിലപ്പോൾ അതൊരു നമ്മുടെ ഒരു ഡെവലപ്പർ ആകാം, പ്രൊജക്ട് ആവാം, കമ്പനി ആകാം, എന്തോ ആയിക്കോട്ടെ. അത്ര വേക്കന്റ് ഫില്ല് ചെയ്തില്ലെങ്കിൽ മാത്രമല്ല അങ്ങോട്ട് പോണേ. പക്ഷെ അത് ഒരിക്കലും ഒരു ഇമ്പോസിബിൾ കാര്യമാണ്. കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റിയാണ് നമുക്ക് അത്യാവശ്യം. അപ്പോ ഈ ഒരു ലെവൽ സിസ്റ്റം, അതായത് ഈ ഒരു 2 മെട്രിക്സിന്റെ ഈ സ്പിൽ ഓവർ പ്ലാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. വെറും 2 വ്യക്തികൾ മതി. നമ്മൾ ആ 2 വ്യക്തികൾക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെ വേണം ചെയ്യാൻ. ഇവിടെ വർക്ക് ചെയ്യണത് 100% വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒരു വർക്ക് ചെയ്യാത്ത ആൾ നിങ്ങൾക്ക് വരണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രീ 64ലേക്ക് കടക്കില്ല, നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യും? വെറുതെ ഇരുന്ന് നിങ്ങൾ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുമോ? അതാണോ പറയണത്? അവരവർ രണ്ടുപേരെ മിനിമം കൊണ്ടുവന്നാൽ മാത്രമാണ് നിങ്ങളുടെ ട്രീ ഡെവലപ്പ് ആവുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, പക്ഷെ എൻ്റെ മൈൻഡിൽ എനിക്ക് സ്ട്രൈക്കാണ്. കാര്യം ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ സ്പിൽ ഓവർ പ്ലാൻ 2 ടൈപ്പാണ്. ഒന്ന് ഗ്ലോബൽ സ്പിൽ ഓവറും ഒന്ന് ടീം സ്പിൽ ഓവറും. എല്ലാവരും ചോദിക്കുന്നു എന്താണ് ഗ്ലോബൽ സ്പിൽ ഓവർ വരാത്തത്? ശരിക്കും അത് വരണ്ട, അത് വരാതിരിക്കണമെന്നാണ് ഏറ്റവും നല്ലത്. കാര്യം എന്നറിയോ, ആര് വന്നു ആര് വരുന്നു ഒരു പിടുത്തവും ഇല്ലട്ടാ. ഉള്ള കാര്യം ഫ്രാങ്കായിട്ട് പറയാണ്, നമ്മുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർ തന്നെ നമ്മുടെ ലെവലിൽ പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ വിളിച്ചെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കാം. ഇവിടെ ഒരാൾ വന്നു, വെറും അതിന്റെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെ വിളിക്കും? ആരുടെ വഴി മനസ്സിലാവും? വെറും കോൺടാക്ട് അഡ്രസ് മാത്രമേ ഉള്ളൂ. അയാൾ ഒരു സ്ഥലത്ത് പോയിട്ട് സ്റ്റക്കായി, അയാൾ ചെയ്തില്ല, എന്ത് ചെയ്യും? നിങ്ങൾ ആരെ വിളിച്ചു ചോദിക്കും?
നമുക്ക് പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുപേരെ പരിചയമുണ്ട്, ആ രണ്ടുപേരിൽ വിളിച്ചു കഴിഞ്ഞാൽ താഴത്തുള്ള ആൾക്കാരെ പരിചയമുണ്ടാവും. ഇതല്ലേ ഏറ്റവും നല്ലത്, നമ്മൾ അതല്ലേ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇവിടെ വേണ്ടത് ഈ 6 ലെവലിന്റെ സ്ട്രക്ചർ, രണ്ടിന്റെ സ്ട്രക്ചർ 64 വരെ ഫില്ല് ചെയ്ത് പോവാം. ഓട്ടോമാറ്റിക് ഫീൽഡ് ആണ് എങ്കിലും ആ ഒരു ട്രീ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സെക്ഷൻ നമ്മൾ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ടാണ് പറഞ്ഞത് 2 മാസം ഹാർഡ് വർക്ക് ചെയ്യുക. എവിടെയാണോ വീക്ക് അവിടെ പോയി നമ്മൾ വർക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഏറ്റവും ആ ഒരു വീക്കിൽ കിടക്കുന്ന വ്യക്തിക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മളൊരു റെഫറൽ അവർക്ക് കൊടുക്കുക. കാര്യം ഒരു റെഫറൽ കിട്ടിയ 600 രൂപ ഉള്ളൂ. അത് പോട്ടെ എന്ന് വിചാരിക്കുക. ആ ഒരു ട്രീ, നിങ്ങളുടെ ട്രീയിൽ ഒരു സൈഡിൽ ഒരു 50 പേരും ഒരു സൈഡിൽ 10 പേരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റെഫറലിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യണ്ട. ആ വ്യക്തിനെ കൈപിടിച്ച് ഉയർത്താൻ നമ്മൾ നോക്കുക. ആ വ്യക്തി ഒന്നും കിട്ടില്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കുന്ന വ്യക്തിയായിരിക്കും, ചിലപ്പോൾ 10 പേര് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ ആ വ്യക്തിനെ സെർച്ച് ചെയ്യുക, നമ്മുടെ ലെവലൊക്കെ മനസ്സിലാവും, ആരാ നമ്മൾ ചോദിച്ചു പോവുക. പോയിട്ട് ആ വ്യക്തിയുടെ താഴെ നിങ്ങൾ റെഫറൽ വെച്ച് കൊടുക്കുക. 0.04 പുള്ളിക്ക് വരുമ്പോൾ ആ ഒരു ആശ്വാസം അത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു എമൗണ്ട് പുള്ളിയുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോൾ പുള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു റിയൽ ഒരു നെറ്റ്വർക്ക് വീണ്ടും തിരിച്ചു വരും. തീർച്ചയായിട്ടും ആൾ രണ്ടുപേരെ റെഫർ ചെയ്യും, നിങ്ങളുടെ ആ ട്രീ മെയിൻറ്റെയിനിങ് ആവും. ഇങ്ങനെ നമ്മൾ ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് BNB സ്മാർട്ട് എന്നുള്ള പ്രൊജക്ടില് ഈ 1938 BNB എന്നുള്ള ആ ഒരു അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. സോ ഞാനിത് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ സംസാരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പില്, അതായത് ഇവിടെ ഒരു ഏഷ്യൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ഏഷ്യൻ ഗ്രൂപ്പില് നിങ്ങൾക്ക് നമ്മുടെ ഒരു 10-12ഓളം അഡ്മിൻസ് ഉണ്ട്. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം, എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്നെ ഒരു കാലത്ത് 10 മണി മുതൽ രാത്രി ഒരു 10:30-11 മണി വരെ എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് നിങ്ങൾ ആ ടീമാണോ ഈ ടീമാണോ എന്നുള്ള ഒരു വ്യത്യാസം നോക്കാണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആരാണ് എന്നെ കോൺഫറൻസ് ചെയ്തോളൂ, ഞാൻ പ്ലാൻ പറയാൻ ഞാൻ തയ്യാറാണ്. കൂടാതെ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഒരു 12 പേര്, ഈ അഡ്മിന്മാരെല്ലാവരും വളരെ ശക്തമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ജെയ്സൺ സാർ ആയിക്കോട്ടെ, മാത്യു സാർ ആയിക്കോട്ടെ, റഹ്മാൻ സാർ ആയിക്കോട്ടെ, ഷാഹുൽ സാർ ആയിക്കോട്ടെ, നമ്മുടെ ഇർഫാൻ സാർ ആയിക്കോട്ടെ, സാലി സാർ ഉണ്ട്. എല്ലാവരും മാർക്കറ്റിൽ വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരാരെ വിളിച്ചാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൾ കോൺഫറൻസ് ഇല്ലെങ്കിൽ അവർ നിങ്ങളുടെ ആ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ എനിക്ക് ഈ ഒരു ഓപ്ഷൻ എനിക്ക് പ്ലാൻ പ്രസന്റേഷൻ തന്ന നമ്മുടെ പ്രൊജക്ടിനോടും കൂടാതെ നമ്മുടെ ഈ ഒരു എന്താ പറയാ MC ആ ഒരു സംഭവം നിർവഹിച്ച നമ്മുടെ ജെയ്സൺ സാറോടും കൂടാതെ നമ്മുടെ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന മാത്യു സാറോടും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഉള്ളത് 19 പേരാണ് ഈ സൂം മീറ്റിംഗിലുള്ളത്. ആ സൂം മീറ്റിംഗിലുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് ഈ പ്ലാൻ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതിൻ്റെ ഒരു ബിഗ് താങ്ക് യു നമ്മുടെ സുനിൽ സാറിന് കൊടുക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ റഹ്മാൻ സാറ് ലൈനിലുണ്ട്. സാറ് ഓൺ ദ വേ ആണ്, മലപ്പുറം ടു കോയമ്പത്തൂർ യാത്രയിൽ ആയിരിക്കും. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ നല്ല നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് കേരളത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത റഹ്മാൻ സാറിന്റെ ഗ്രേറ്റ് ലീഡർ ആയിരിക്കുന്ന റഹ്മാൻ സാറ് നമ്മളോട് 2 വാക്ക് സംസാരിക്കുകയും അതേപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളോ തരാൻ വേണ്ടി ഞാൻ വിളിക്കുന്നു. ഏറ്റവും ഗ്രേറ്റ് ലീഡർ ആയിരിക്കുന്ന റഹ്മാൻ സാറെ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം റഹ്മാൻ സാർ. യെസ് സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോ നമ്മുടെ ഈ ഒരു സൂം മീറ്റിംഗിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യം എൻ്റെ വിനീതമായ നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ സൗണ്ട്, ഞാൻ ട്രാവലിംഗിലാണ്, എൻ്റെ സൗണ്ട് എല്ലാവർക്കും കേൾക്കാമെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഒരാൾ പറയും സാർ. സാറ് കറക്റ്റ് ആണ് സ്പീച്ച് ചെയ്തോളൂ. ഓക്കെ കറക്റ്റ് ആണ്. താങ്ക് യു. അപ്പോ വളരെ നല്ല രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ സുനീൽ സാറ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാനും ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ അവിടെ മോഡിഫൈ ചെയ്യണം, ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെ ഈ ഒരു 4138 BNB നേടാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനു മേളിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കൂടുതൽ ഇതാക്കുന്നില്ല. അതുകൊണ്ട് പ്ലാനിനെ കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല. എന്തായാലും നമ്മളൊരു ദൃഢനിശ്ചയം,
നമ്മുടെ ഈ ഒരു ടീമിൽ വന്നിട്ടുള്ള എല്ലാവരും ഒരു ദൃഢനിശ്ചയം മനസ്സിൽ എടുക്കുക. നമുക്ക് ഉറപ്പായിട്ടും വിജയം സാധ്യമാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പുതിയ നല്ല നല്ല അപ്ഡേറ്റുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചെറിയ ഹിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ബിസിനസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ മീൻസ് നമുക്ക് ട്രീ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് അപ്ഡേഷൻസ് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടാണ്. സപ്പോർട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഇപ്പം പുതുതായിട്ട് ഐഡിയ അടിച്ച സുഹൃത്തുക്കളാണെങ്കിലും ഉറപ്പായിട്ടും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ 10ഓളം അഡ്മിൻസിന്റെ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവൈലബിൾ ആരാണോ അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചോദിക്കാം. എല്ലാവരും സപ്പോർട്ട് തരും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ജയ് BNB സ്മാർട്ട്. ഓക്കെ, താങ്ക് യു ഗ്രേറ്റ് ലീഡർ റഹ്മാൻ സാർ. റഹ്മാൻ സാറിന്റെ സ്ഥലം അറിയാലോ, എല്ലാവർക്കും അറിയാം, കൊല്ലമാണ്. എന്തായാലും ഈ നല്ല മുഹൂർത്തത്തിൽ BNBനെ കുറിച്ചും അതിന്റെ പ്ലാൻ പ്രസന്റേഷനെ കുറിച്ചും നല്ല വാക്കുകളിൽ നമുക്ക് കാര്യങ്ങൾ അറിവുകൾ പങ്കുവച്ച നമ്മുടെ ഗ്രേറ്റ് ലീഡർ സുനിൽ സാറിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ കേരളത്തിൽ ഈ ബിസിനസ് കൊണ്ടുവന്ന നമ്മുടെ കൊല്ലം റഹ്മാൻ സാറിനും നന്ദി പറയുന്നു. നമുക്ക് സ്ലൈഡുകളൊക്കെ ഒരുക്കി തന്ന നമ്മുടെ സൂമിന് അത്യാവശ്യം പോസ്റ്ററുകൾ അടിച്ച് നമുക്ക് വേണ്ട മോഡൽ സപ്പോർട്ടുകളൊക്കെ തരുന്ന മാത്യു സാറിന് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.